വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി, സാംസ്കാരികമായ ഉന്നതിക്ക് വേണ്ടി സാമൂഹ്യ പ്രതിബദ്ധതയോടെ പ്രവർത്തിച്ച ഒരു മെത്രാപ്പോലിത്ത ആയിരുന്നു എന്നുള്ളതാണ്. ഓർത്തഡോക്സ് സഭയുടെ മാത്രമല്ല, സമൂഹത്തിനാകെ പ്രയോജനം ചെയ്ത ഒരു മെത്രാപ്പോലിത്തയായിരുന്നു. അധകൃതരുടെ ഉന്നമനത്തിനു വേണ്ടി ഒട്ടനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശ്ലീബാദാസ സമൂഹത്തിലേക്ക് നിരവധി ആളുകളെ ചേർക്കുകയും അങ്ങനെ സമൂഹത്തിൽ അധസ്ഥിതരായിരുന്നവരുടെ ഉന്നതിക്ക് വേണ്ടി ഒരുപാട് യത്നിച്ച പരിശുദ്ധ പരിമല തിരുമേനി ഒരു പ്രകൃതി സ്നേഹി കൂടിയായിരുന്നു എന്നോർക്കുമ്പോൾ, പ്രകൃതിയെ അങ്ങേയറ്റം സ്നേഹിച്ച, ഇന്ന് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന ഈ കാലയളവിൽ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് ആഹ്വാനം ചെയ്ത ഒരു തിരുമേനിയായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. ഇന്ന് കാലം ചെയ്തതിനു ശേഷം അനേകമായിരം ലക്ഷോപലക്ഷം ആളുകൾ, നാനാജാതി മതസ്ഥരായ ആളുകൾ ഇവിടെ വന്ന് ഈ ഖബറിങ്കൽ പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് എന്നുള്ളതിൽ നമുക്ക് സന്തോഷിക്കാം. ഇന്ന് പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 110-ാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ സാംസ്കാരിക സമ്മേളനം, ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് അഭിവന്ദ്യനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്തയാണ്. നിരണം ഭദ്രാസനാധിപൻ. പരിമലയിലെ എല്ലാ കാര്യങ്ങൾക്കും, പെരുന്നാൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും സജീവ നേതൃത്വം നൽകുന്ന അഭിവന്ദ്യനായ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ അവറുകളാണ്. പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുകയില്ല, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പിറവം പള്ളിയിലെ അംഗമാണ്. വളരെ അഭിമാനത്തോടെ നമ്മുടെ ഹൈക്കോടതിയിൽ ദീർഘകാലം ജഡ്ജിയും അതിനുശേഷം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസുമായിരുന്ന ബഹുമാന്യനായ ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി അവറുകൾക്ക് ശേഷം വളരെ അഭിമാനിക്കത്തക്ക തരത്തിൽ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന പല ഉത്തരവുകളും നൽകിയ നിഷ്പക്ഷനായ നീതിബോധം, എത്ര അധികം എന്ന് പറഞ്ഞാൽ അത് കൂടിപ്പോവുകയില്ല, അത്രമാത്രം ആത്മാർത്ഥതയോടെ വളരെ സജീവമായി വളരെ ശ്രദ്ധ പിടിച്ചുപറ്റത്തക്ക പല ഉത്തരവുകളും പുറപ്പെടുവിച്ചിട്ടുള്ള ബഹുമാന്യനായ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ അവറുകൾ, അദ്ദേഹം ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയാണ്. അദ്ദേഹത്തെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ സാറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയും ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ പള്ളിയിലെത്തി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചതിന് ശേഷമാണ് ഈ മീറ്റിങ്ങിൽ പങ്കുകൊള്ളുന്നത്. പ്രത്യേകമായി ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ സാറിൻ്റെ പ്രിയപ്പെട്ട പത്നിയെയും ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ഈ സമ്മേളനത്തിന് ആശംസകൾ അർപ്പിക്കുന്നത് ബഹുമാന്യനായ പരിമല സെമിനാരിയുടെ മാനേജർ ഔഗേൻ റംബാൻ. ഇവിടെ ഈ സെമിനാരിയുടെ മാനേജരായതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ കാണുവാൻ പറ്റും. ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട്, പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന വന്യനായ ഔഗൻ റംബാച്ചനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശ്രീ ബാബു ജോർജ്, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, മലങ്കര സഭയുടെ അഭിമാനം, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അരുമ സന്താനം, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് കയറുന്നതിനുള്ള സാധ്യതകളുള്ള ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകൻ, ബഹുമാന്യനായ ശ്രീ ബാബു ജോർജ് അവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനപ്പെട്ട ശ്രീ റോബിൻ പീറ്റർ, അദ്ദേഹവും നമ്മുടെ മല്ലശ്ശേരി സെൻറ് മേരീസ് പള്ളിയുടെ അംഗമാണ്. ഇവരൊക്കെ സമൂഹത്തിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന, കൈക്കൂലിയോ അഴിമതിയോ ഒന്നുമില്ലാത്ത വളരെ നല്ല പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഏത് തെരഞ്ഞെടുപ്പിൽ നിന്നാലും വലിയ ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന ഒരാളാണ് ശ്രീ റോബിൻ പീറ്റർ. ശ്രീ റോബിൻ പീറ്റർ
നമ്മുടെ പ്രതീക്ഷയാണ്. ബഹുമാനപ്പെട്ട റോബിൻ പീറ്ററിനെ ഈ സമ്മേളനത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സഭയുടെ മാനേജിംഗ് കമ്മിറ്റി മെമ്പറായിരിക്കുന്ന ബഹുമാനപ്പെട്ട IP സാമച്ചൻ ഈ പരുമല കൗൺസിലിൻ്റെ അംഗം കൂടിയാണ്. IP സാമച്ചനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കടപ്ര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യായ ശ്രീമതി തങ്കമണി നാണപ്പൻ, ഇവിടുത്തെ നമ്മുടെ പള്ളിയിൽ ഈ പെരുന്നാൾ ആഘോഷങ്ങളും മറ്റ് പരിപാടികളൊക്കെ വരുമ്പോൾ പഞ്ചായത്തിൽ നിന്ന് എന്തെല്ലാം സഹായം ചെയ്യുവാൻ പറ്റും അതെല്ലാം ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ബഹുമാന്യായ ശ്രീമതി തങ്കമണി നാണപ്പൻ അവരുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരുമല സെമിനാരി കൗൺസിൽ മെമ്പറായ ശ്രീ ജേക്കബ് തോമസ് അരികുപുറം, ആരും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എന്നറിയാം, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരുമല സെമിനാരി കൗൺസിൽ മെമ്പറായിരിക്കുന്ന ശ്രീ G. ഉമ്മൻ അവരുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ തോമസ് ടി പരുമല, അദ്ദേഹവും പരുമല സെമിനാരിയുടെ കൗൺസിൽ മെമ്പറാണ്, എല്ലാവർക്കും അറിയാവുന്നയാളാണ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അതുപോലെ ഈ മീറ്റിങ്ങിലെ പ്രസംഗങ്ങൾ ശ്രവിക്കുന്ന ഈ പള്ളിയോട് അടുത്തും പള്ളിക്കകത്തും, പരുമല പള്ളിക്കകത്തും പള്ളിക്ക് പുറത്തും റോഡിലുമൊക്കെയായി നിന്ന് ഈ പ്രസംഗങ്ങൾ കേൾക്കുന്ന എല്ലാവരെയും, ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു. വന്യനായ കോർപ്പിസ്കോപ്പ ഇവിടെ ആഗതനായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് അഭിനന്ദ ഡോക്ടർ യോഹാനൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ സഭയുടെ അഭിമാനം കൂടിയായ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ അവറുകളെ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെ, ജനപ്രതിനിധികളെ, കൗൺസിൽ അംഗങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് എല്ലാ വർഷവും നാം ഒരു സാംസ്കാരിക സമ്മേളനം ക്രമീകരിക്കുന്നു. പരിശുദ്ധനായ പരുമല തിരുമേനിയെ ഒരു പ്രാർത്ഥനാ മനുഷ്യനെന്നും ദൈവാത്മാവിൽ ജീവിച്ച മഹാത്മാവെന്നൊക്കെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരാത്മീക മനുഷ്യൻ എന്നുള്ള നിലയിൽ സമൂഹത്തോടുള്ള തൻ്റെ ഉത്തരവാദിത്വങ്ങൾ ആനുബന്ധികമായി നിറവേറ്റുവാൻ വളരെയേറെ പ്രതിബദ്ധത കാട്ടിയിട്ടുള്ള ഒരു പിതാവായിരുന്നു പരിശുദ്ധനായ പരുമല തിരുമേനി. 100-110 വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ നിന്നിരുന്ന വ്യവസ്ഥിതി ഒരുപക്ഷെ കേരള ചരിത്രം വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് ബോധ്യമാകും. വർഗ വിവേചനം വളരെ ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഉച്ചനീചത്വങ്ങൾ എല്ലാ തലത്തിലും ഉയർന്നിരുന്ന ഒരു സന്ദർഭത്തിൽ സമഭാവനയോടെ സമൂഹം അവഗണിച്ചവരെ കാണുവാനും അവരോട് ചേർന്ന് നിൽക്കുവാനും സ്പർശിക്കേണ്ട സമയത്ത് അവരെ സ്പർശിക്കുവാനും ധൈര്യം കാട്ടിയ ഒരു മഹാത്മാവായിരുന്നു പരിശുദ്ധനായ പരുമല തിരുമേനി. ഈ ദൈവീകരായി ജീവിച്ചിട്ടുള്ളവരുടെ ഒക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ദൈവീക ബന്ധത്തിൻ്റെ ആഴം അവർ പ്രതിഫലിപ്പിച്ചിരുന്നത് മനുഷ്യബന്ധങ്ങളിലും സാമൂഹ്യ പ്രതിബദ്ധതകളിലുമായിരുന്നു. മനുഷ്യനിൽ നിന്നും സമൂഹത്തിൽ നിന്നും പൂർണ്ണമായി അകന്നു മാറി ഞാനും എൻ്റെ ദൈവവും മാത്രം എന്നുള്ള ഒരു സങ്കല്പത്തിൽ ജീവിച്ചിട്ടുള്ള ഒരു പരിശുദ്ധനെയും എനിക്ക് പരിചയപ്പെടുവാൻ കഴിഞ്ഞിട്ടില്ല. അവര് സമൂഹത്തിൽ നിന്ന് ഓടി അകന്ന ഗുഹകളിലോ ഏകാന്തവാസത്തിലോ ആണ് കഴിഞ്ഞിരുന്നതെങ്കിൽ പോലും അവരുടെ പ്രാർത്ഥനയിലെ വിഷയം ഈ സമൂഹത്തിനുണ്ടാകേണ്ട നന്മയും
ഈ സമൂഹത്തിൽ വ്യാപകമായി അതാത് കാലങ്ങൾ ഉണ്ടായിരുന്ന മ്ലേച്ഛതകളുടെയും പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാധ്യാത്മിക നേതാവിനെ, ഒരു ദൈവപുരുഷനെ സമൂഹത്തിൻ്റെ സ്പന്ദനങ്ങളിൽ നിന്ന് അടർത്തി മാറ്റി അവതരിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതുതന്നെ അതിൻ്റെ പൂർണ്ണ ആത്മാവിൽ നിറവേറ്റുവാൻ ബദ്ധശ്രദ്ധനായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. തൻ്റെ കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉണ്ടായെങ്കിലേ ഈ നാടിനൊരു അഭിവൃദ്ധി ഉണ്ടാകുകയുള്ളൂ, ഇവിടത്തെ വർണ്ണവർഗ വിവേചനത്തിന് വ്യത്യാസമുണ്ടാകണം, അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന ജനതയ്ക്കൊരു വിമോചനമുണ്ടാകണം. ഇന്ന് എഡ്യൂക്കേഷൻ ഈസ് ഫോർ ലിബറേഷൻ എന്നൊക്കെ ഇന്ന് ഓരോരുത്തർ പറയുന്നെങ്കിലും ഇത് ഒരു നൂറ്റാണ്ടിന് അകൾക്കപ്പുറം പുറകിൽ മനസ്സിൽ അതിൻ്റെ ധാരണ ശക്തിപ്പെട്ടിരുന്ന ഒരു പിതാവായിരുന്നു പരിശുദ്ധനായ പരിമല തിരുമേനി. ഉപഭോഗ കച്ചവട കാലത്തിൻ്റെ മൂല്യങ്ങൾ ഈ സമസ്ത മേഖലകളിലും ഇന്ന് എത്ര വ്യാപകമായി എന്നുള്ളത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. തൽഫലമായി നിലനിൽക്കുന്ന മനുഷ്യബന്ധങ്ങൾ അർത്ഥശൂന്യമാണെന്നും കരുണ, കരുതൽ, ആർദ്രത എന്നൊക്കെ പറയുന്നത് കാലഘട്ടത്തിന് ചേരുന്നതല്ലെന്നും ഉള്ള ആശയങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അപകടകരമായ അവസ്ഥയെ അതിജീവിക്കുവാനുള്ള ഒരാത്മീക ശക്തി നാം നേടിയെടുക്കണം. സാംസ്കാരിക നേതാക്കന്മാരെന്ന് അവകാശപ്പെടുകയും സമൂഹം മുദ്ര കുത്തപ്പെടുകയും ചെയ്യുന്നവരുടെ ലജ്ജാകരമായ പ്രസ്താവനകൾ, അധാർമികമായിട്ടുള്ള പ്രസ്താവനകൾ നാം വായിക്കുകയും അറിയുകയും ചെയ്യേണ്ടി വരുന്നു. പേര് ഞാൻ പറയുന്നില്ല. ഒരു പ്രസിദ്ധനായ മലയാളത്തിലെ എഴുത്തുകാരൻ ഈ അടുത്ത കാലത്ത് എഴുതി, ജീവിതത്തിലെ പ്രധാന ഘടകമാണ് സ്ത്രീ, അത് ഭാര്യ ആകണം എന്നുപോലും ഇല്ല. അദ്ദേഹം വീണ്ടും പറയുന്നു, 4 വർഷത്തിൽ കൂടുതൽ ഒരു സ്ത്രീയുടെ കൂടെ പാർക്കുന്നത് ശരിയല്ല. ഇതാണ് എൻ്റെ കാഴ്ചപ്പാട്. അങ്ങനെ ഒഴിവാക്കിയില്ലെങ്കിൽ ആ ആൾ ഒരു പുരുഷനല്ല എന്ന് പോലും മലയാളത്തിലെ പ്രസിദ്ധനെന്ന് അവകാശപ്പെടുന്ന ഒരു എഴുത്തുകാരൻ ഈ അടുത്ത കാലത്ത് എഴുതി. ഇത് വായിക്കുകയും ഇതുമായി ബന്ധപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ തലമുറയിൽ ഉണ്ടാകുന്ന ചിന്തയും സ്വാധീനവും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അറിയുന്നില്ല എന്ന് കാണരുത്. ദൈവം അന്യവൽക്കരിക്കപ്പെട്ട ജീവിതത്തിന് പിന്നെ എന്തും ആകാമല്ലോ. അവിടെ മനസാക്ഷി തന്നെ മരവിക്കുന്നില്ല എങ്കിലേ അത്ഭുതപ്പെടുവാനായിട്ടുള്ളൂ. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ എന്ന്. ഈ തിന്മകളുടെ സ്വാധീന വലയിൽ നിന്ന് ഉയർന്നു നിൽക്കുവാനുള്ള ശക്തി നമുക്ക് ഉണ്ടാകണം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പുതിയ പ്രസിഡന്റായ ശ്രീ KT രാധാകൃഷ്ണൻ അടുത്ത കാലത്ത് നടത്തിയ വെളിപ്പെടുത്തലുകളും നാം കണ്ടില്ല എന്ന് നടിക്കരുത്. പ്രതിവർഷം മദ്യത്തിനായി മലയാളി 10,000 കോടി രൂപ ചെലവഴിക്കുമ്പോൾ അരി വാങ്ങുവാൻ കേവലം 3,000 കോടി മാത്രമേ വേണ്ടി വരുന്നുള്ളൂ എന്ന്. അതായത് അരിക്കായി വിനിയോഗിക്കുന്ന തുകയുടെ 3 ഇരട്ടിയിലധികം മലയാളി ഇന്ന് മദ്യത്തിനായി വിനിയോഗിക്കുന്നു. കുട്ടികളിലുമുള്ള മദ്യപാന ആസക്തി എത്രമാത്രം വ്യാപകമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതിരിക്കരുത്. പണ്ട് സ്ത്രീകളെങ്കിലും ഈ രംഗത്ത് നിന്ന് അകന്ന് മാറിയിരുന്നു, ഒരുപക്ഷെ സമൂഹത്തെ ഭയന്നെങ്കിലും. ഇന്ന് ഈ സ്ത്രീ സമൂഹത്തിന് പോലും ഇതിൽ വളരെ വളരെ സ്ത്രീജനം ഇതിൽ മുഴുകിക്കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ വായിക്കുന്ന, മാധ്യമങ്ങളുമായി ബന്ധപ്പെടുന്ന നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ ദൈവീകതയുടെ ഉയർന്ന നിലവാരം മുറുകെ പിടിച്ചുകൊണ്ട് സമൂഹത്തിന് നിർവഹിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റേണ്ടത് തൻ്റെ കടമയാണ്, ഉത്തരവാദിത്തമാണ് എന്നുള്ള തിരിച്ചറിവോടെ പരിശുദ്ധനായ പരിമല തിരുമേനി നിറവേറ്റിയതുപോലെ ദൈവീകതയിൽ വളരുകയും ഉയരുകയും ചെയ്യും തോറും സമൂഹത്തോടും മനുഷ്യബന്ധങ്ങളോടും കൂടുതൽ ഇടപെട്ട് അവിടെ ദൈവീകതയുടെ പരിമളം പരത്തുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.
അഭിവന്യ തിരുമേനിയുള്ള പ്രത്യേകമായ സന്തോഷവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഉദ്ഘാടന പ്രസംഗത്തിനായി ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ സാറിനെ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഇപ്പം ദീപം തെളിച്ചതിന് ശേഷം ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതുമാണ്. യോഗാധ്യക്ഷൻ അഭിവന്യ റമ്പാച്ചൻ, കോറെപ്പിസ്കോപ്പച്ചൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പരിമല തിരുമേനിയുടെ 110ാം ഓർമ്മ പെരുന്നാൾ ആചരിക്കുന്ന ഈ വേളയിൽ തിരുമേനിയുടെ പാദസ്പർശമേറ്റ ഈ പുണ്യഭൂമിയിൽ വരുവാനും ഈ ദേവാലയത്തിൽ ആരാധനയിൽ പങ്കെടുക്കുവാനും ഈ സമ്മേളനത്തിൽ ഭാഗമാകുവാനും എനിക്ക് കിട്ടിയ അവസരം ഒരനുഗ്രഹമായി കരുതുന്നു. അഭിവന്യ തിരുമേനി നമ്മുടെ സഭയുടെ ആദ്യത്തെ പരിശുദ്ധനാണ്. പരിമല തിരുമേനിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു സാധാരണ വ്യക്തിക്കാണെങ്കിലും ദൈവചൈതന്യം ഉൾക്കൊള്ളാൻ സാധിച്ചാൽ, അത് തൻ്റെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചാൽ, അത് ആ ജീവിതത്തെ എങ്ങനെ പരിവർത്തനം ചെയ്ത് വിശുദ്ധിയുടെ പദവിയിലേക്ക് വരെ എത്തിക്കാൻ സാധിക്കും എന്നാണ്. പരിമല തിരുമേനിയുടെ ജീവിതം ഇതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ദൈവചൈതന്യം ഉൾക്കൊള്ളുവാനും ദൈവചൈതന്യത്തെ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താനും പ്രാവർത്തികമാക്കുവാനും തിരുമേനിക്ക് സാധിച്ചിരുന്നു. അതാണ് തിരുമേനിക്ക് കൈവരിക്കാനായ ഏറ്റവും വലിയ വിജയം എന്നാണ് എൻ്റെ അഭിപ്രായം. തിരുമേനിയെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന സമയത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് അന്ന് ഒരു വേറെ പരിശുദ്ധന്മാരൊന്നും ഇല്ലായിരുന്നു. കത്തോലിക്ക സഭയ്ക്കാണെങ്കിൽ ഒരു വ്യക്തിയെ പരിശുദ്ധനായി പ്രഖ്യാപിക്കുന്നതിന്
പല നടപടിക്രമങ്ങളും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. വളരെ വ്യക്തമായതും വളരെ സങ്കീർണമായതുമായ പല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ഒരു വ്യക്തിയെ വിശുദ്ധനായി കത്തോലിക്ക സഭ പ്രഖ്യാപിക്കുകയുള്ളൂ. അതിൻ്റെ അവസാനത്തെ ചടങ്ങെന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ദ ഡെവിൾസ് അഡ്വക്കേറ്റ് എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക എന്നുള്ള ഒരു ചടങ്ങ് കൂടിയുണ്ട്. അപ്പോൾ ഇതുപോലെ പല നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിട്ട് ആണ് കത്തോലിക്ക സഭ ഒരാളെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്നത്. എന്നാൽ പരിമല തിരുമേനിയുടെ കാര്യത്തിൽ 1949 ആർക്കും ഒരു സങ്കോചവും ഉണ്ടായിരുന്നില്ല. കാരണം തിരുമേനിയുടെ ജീവിതകാലത്ത് തന്നെ ഒരു പരിശുദ്ധമായ ജീവിതമായി എല്ലാവർക്കും അറിവുള്ളതായിരുന്നു. അന്ന് ജീവിച്ചിരുന്നവർക്ക് വളരെ വ്യക്തമായിട്ട് അറിവുള്ളതായിരുന്നു തിരുമേനിയുടെ ജീവിതത്തിലെ ആ പരിശുദ്ധി. തിരുമേനിയുടെ ജീവിത രീതിയിലുള്ള ആ വിശുദ്ധി. ജീവിതകാലത്ത് തന്നെ തിരുമേനിയിൽ നിന്നും എത്രയോ ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ള നൽവരങ്ങളുടെ ഒരു പട്ടിക. അതിനുശേഷം നമുക്കറിയാം ഈ ഖബറിൽ എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികൾ വന്ന് നൽവരങ്ങൾ ലഭിച്ച് ഇവിടുന്ന് പോയിട്ടുണ്ടെന്നും 110 വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരുമേനിയുടെ വിശുദ്ധി കൂടി വരുന്നതല്ലാതെ ഒരു കോട്ടവും അതിന് സംഭവിച്ചിട്ടില്ല. ഇത് തിരുമേനിയുടെ ജീവിതത്തിൽ ഉടനീളം നിലനിന്നിരുന്ന ദൈവ ചൈതന്യത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ്. തിരുമേനി തൻ്റെ ജീവിതത്തിൻ്റെ വളരെ ആദ്യത്തെ ഘട്ടങ്ങളിൽ തന്നെ പ്രാർത്ഥനയുടെ ശരിയായ സിദ്ധാന്തം മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തിരുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്നതൊക്കെ നമുക്ക് ഓരോ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞാൽ നല്ല ജോലി കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. ജോലിയിൽ പ്രൊമോഷൻ കിട്ടാനും ഉന്നത സ്ഥാനങ്ങൾ കിട്ടാനും വേണ്ടി പ്രാർത്ഥിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാം ഓരോ നമുക്ക് ലഭിക്കേണ്ടതായ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളാണ്. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നത് സൃഷ്ടാവിൻ്റെ മുമ്പിൽ സൃഷ്ടിയെ തന്നെ സമർപ്പിച്ച് നടത്തുന്ന ഈ ആത്മസമർപ്പണത്തിൽ നിന്ന് നടത്തുന്ന ഒരു ബന്ധം ആണ് എന്നുള്ള വസ്തുതയാണ്. ഈ വസ്തുത തിരിച്ചറിഞ്ഞ് പരിമല തിരുമേനി തൻ്റെ ജീവിതത്തെ തന്നെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ആ സൃഷ്ടാവിൻ്റെ ചൈതന്യത്തിന് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് യുക്തം പോലെ തീരുമാനിക്കുന്നതിന് വേണ്ടി സമർപ്പണം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തിരുമേനിയുടെ ഗുരുവും ബന്ധുവുമായ പുരോഹിതന് വസൂരി ബാധിച്ചു. ആ സമയത്ത് വസൂരി എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകുന്ന ഒരു അസുഖമാണ്. അത് പകർച്ചവ്യാധിയുമാണ്. എന്നാൽ അതൊന്നും കൂട്ടാക്കാതെ തൻ്റെ കടമ തൻ്റെ ഗുരുവിനെ ശുശ്രൂഷിക്കലാണ് എന്ന് തീരുമാനിച്ച് ആ ഗുരുവിൻ്റെ കൂടെ നിന്ന് ഗുരുവിൻ്റെ ജീവിതാന്ത്യം വരെ ശുശ്രൂഷിച്ചു. അതിനുശേഷം ആ ശവസംസ്കാര ചടങ്ങും സ്വയം നടത്തി വേണ്ടതെല്ലാം ചെയ്ത് പൂർത്തീകരിക്കുകയാണ് ചെയ്തത്. ശരിയാണ്, തിരുമേനി രോഗബാധിതനായി. അതിലും തിരുമേനിക്ക് ഒരു കുലുക്കവും ഉണ്ടായില്ല. ദൈവചൈതന്യം തിരുമേനിയെ
രോഗത്തിൽ നിന്ന് വിടുവിച്ചെടുത്തു, വീണ്ടും ആരോഗ്യവാനാക്കി. ആ തിരുമേനിയുടെ ആ തിരിച്ചറിവ് ഇന്ന് 110 വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ പോലും ഇന്നും വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വസ്തുതയാണ്. തിരുമേനിയുടെ ഭക്തി, തിരുമേനിയുടെ സമർപ്പണം, തിരുമേനിയുടെ ജീവിതത്തിലെ ഓരോ തീരുമാനങ്ങളും ദൈവത്തിൻ്റെ കൃപയോടുകൂടി എടുക്കുന്നതിന് കാണിച്ചിട്ടുള്ള ആ വലിയ ഒരു വിശ്വാസ ദൃഢത, ഇവയിൽ ഏതെങ്കിലും ഒരു ഏടെങ്കിലും നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ സാധിച്ചാൽ നമ്മുടെ ജീവിതം ധന്യമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇൻസ്പയറിംഗ് മെസ്സേജ് നൽകി നമ്മെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ അവരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ആശംസ സന്ദേശത്തിനായി ബഹുമാനപ്പെട്ട ഓഗൻ റമാജിനെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ ഉദ്ഘാടകൻ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ സാർ, സഭാ സെക്രട്ടറി ബഹുമാനായ ഡോക്ടർ ജോർജ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ ബാബു ജോർ, കടപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ തങ്കമണി നാണപ്പൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനായ റോബൻ പീറ്റർ, ബഹുമാനായ ജേക്കബ് തോമസ് അരികപുരം, തോമസ് ടി പരുമല, ജി ഉമ്മൻ, മറ്റ് വിശിഷ്ട അതിഥികളെ, എന്നെ ശ്രവിക്കുന്ന ഏവരുമേ ദൈവനാമത്തിൽ വന്ദനം. പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ 110ാമത്തെ ഓർമ്മ പെരുന്നാളിൻ്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചതിന് ശേഷമുള്ള 3ാമത്തെ ദിവസത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. ഒരാഴ്ച കാലത്തോളമുള്ള നമ്മുടെ പ്രവർത്തനങ്ങളാണ്. ഈ ഒരാഴ്ച കാലം നമ്മൾ പ്രത്യേകമായ ദിവസത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് പരിശുദ്ധ പരുമല തിരുമേനിയെക്കുറിച്ച് അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടുതലായി വിശ്വാസികളിലേക്ക്, അദ്ദേഹത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നവരെ പ്രബോധിപ്പിക്കുകയും ചെയ്യുക എന്നൊരു കർത്തവ്യവും കടമയാണ് നമ്മളിലുള്ളത്. പരിശുദ്ധനായ പരുമല തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ അനേക കാര്യങ്ങൾ പറയുവാൻ എനിക്കും നിങ്ങൾക്കുമുണ്ട്. ആ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പ്രവേശിക്കാതെ ഒറ്റ വാക്കിൽ എൻ്റെ ആശംസയെ ഞാൻ ഉപസംഹരിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ തലമുറയുമായി ബന്ധിച്ച് തിരുമേനിയെ നോക്കുമ്പോൾ 164 വർഷത്തിന് മുൻപ് ഈ ലോകത്തിൽ ഭൂജാതനായ ഒരു വ്യക്തി ലോകമെങ്ങും അറിയപ്പെടുന്ന ഒരു പുണ്യപുരുഷനായി, ഒരു മഹൽ വ്യക്തിയായി, ഒരു ശ്രേഷ്ഠ പുരോഹിതനായി, ഒരു ശ്രേഷ്ഠ സന്യാസിയായി, ഒരു ദൈവഭക്തനായി, ഒരു ദൈവസ്നേഹിയായി, സമൂഹത്തെ സ്നേഹിച്ച, സമൂഹത്തെ കരുതിയ, ലോകത്തിന് നന്മ മാത്രം ആഗ്രഹിച്ച ഒരു പുണ്യപിതാവിനെയാണ് നമ്മൾ ഇന്ന്, അല്ലെങ്കിൽ ഈ ഒരാഴ്ച കാലം, അല്ലെങ്കിൽ നമ്മളെപ്പോഴൊക്കെയും ഈ പിതാവിനെ മനസ്സിൽ ഓർക്കുകയും ദൈവസന്നിധിയിലേക്ക് മധ്യസ്ഥയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ആ സമയങ്ങളൊക്കെയും നാം ഓർക്കുന്നത് എന്ന് വിസ്മരിച്ചു പോകരുത്. ആ കാലഘട്ട ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും, ലോകത്തിൽ പട്ടിണിയും ബുദ്ധിമുട്ടുകളും ഒക്കെയും ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, മറ്റുള്ള സൗകര്യങ്ങളിലൊക്കെയും കുറവുള്ള ഒരു കാലഘട്ടത്തിൽ തൻ്റെ ജീവിതത്തെ തൻ്റെ സൃഷ്ടാവിന് വേണ്ടി, തന്നെ ഈ ലോകത്തിലേക്ക് ഉരുവാക്കുവാൻ കാരണവനായ ആ സൃഷ്ടാവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു ജീവിതം, അത് സ്വന്തമായ ആവശ്യത്തിന് വേണ്ടിയോ, സ്വന്തമായ നേട്ടത്തിന് വേണ്ടിയോ, സ്വന്തമായ സ്ഥാനലബ്ധിക്ക് വേണ്ടിയോ,
സ്വന്തമായ ഏതെങ്കിലും ഉന്നതിക്ക് വേണ്ടിയോ അല്ല. സമൂഹത്തിൽ അശരണരായി കഴിഞ്ഞവർക്ക് ഉന്നതിയിലേക്ക്, ഉയർച്ചയിലേക്കുള്ള കാൽവെപ്പിന് വേണ്ടിയുള്ള ഒരു വഴികാട്ടിയായി, ഒരു മാർഗദർശിയായി, ഒരു നല്ല ഗുരുവായി, ഒരു നല്ല പിതാവായി, ഒരു നല്ല ശ്രേഷ്ഠനായി വിളങ്ങിയ ആ പുണ്യപിതാവിൻ്റെ പെരുന്നാൾ ശ്രേഷ്ഠമായി ആഘോഷിക്കുവാൻ നമുക്ക് ഏവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ആശംസാ സന്ദേശത്തിനായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ ബാബു ജോർജ് സാറിനെ ക്ഷണിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷത വഹിച്ച അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർക്കസ് ക്രിസ്റ്റോസം മെത്രാപ്പൊലീത്ത, നമ്മുടെ സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ്, ഫാദർ നമ്മുടെ ഔഗേൻ റഹ്മാൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ബഹുമാന്യ റോബിൻ പീറ്റർ, ജേക്കബ് തോമസ് അരികുപുറം, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഇവിടെ നമ്മുടെ ഉദ്ഘാടകൻ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ സൂചിപ്പിച്ചതുപോലെ വലിയൊരു അനുഗ്രഹമായി ഞാനിതിനെ കണക്കാക്കുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടം ഉൾക്കൊള്ളുന്ന ഈ പള്ളിയിൽ രാവിലെ വരാനും ആരാധനയിൽ കുറച്ച് സമയമെങ്കിലും പങ്കുകൊള്ളാനും ഈ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഒക്കെ ഒരു വലിയ ഭാഗ്യമായി തന്നെ ലഭിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരുപാട് പരിപാടികളിൽ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനങ്ങളിലും പൊതുസമ്മേളനങ്ങളും ഒക്കെ പങ്കെടുക്കുന്നതാണ്. എങ്കിൽ പോലും വലിയൊരു അനുഗ്രഹമായി ഇതിനെ ഞാൻ കണക്കാക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധ പരിമല തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുകയും പ്രയാസങ്ങൾ വരുമ്പോൾ പരിശുദ്ധ പരിമല തിരുമേനിയുടെ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ചെറുപ്പം മുതൽ ജീവിതത്തിൽ ഒരു ശീലമാക്കിയിട്ടുള്ള ഒരു ഓർത്തഡോക്സ് സഭാ വിശ്വാസി കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇവിടെ വരാനും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം, വലിയ ഭാഗ്യമായി തന്നെ ഞാൻ കണക്കാക്കുന്നു. നമ്മുടെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക സമ്മേളനം നടത്തുമ്പോൾ ഇവിടെ തീർച്ചയായും ലളിത ജീവിതവും പ്രാർത്ഥനാപൂർണമായ ഒരു ജീവിതവും നയിച്ച് സമൂഹത്തിന് വലിയ ഒരു ദർശനം കാഴ്ചവെച്ച പരിശുദ്ധ പരിമല തിരുമേനി ഈ സമൂഹത്തിന് വലിയ ഒരു ആധ്യാത്മിക നേതാവാണ് എന്ന കാര്യത്തിന് തർക്കമില്ല. നമ്മുടെ ഇപ്പോഴുള്ള നമ്മുടെ സഭാവിശ്വാസികളും എല്ലാവരും തന്നെ അദ്ദേഹത്തിൻ്റെ പാതകളെ പിന്തുടരണം. ഇവിടെ വരുന്ന വിശ്വാസികൾ കൂടുതലും ഖബറിങ്കിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ കിടക്കയിൽ ചെന്ന് മുത്തി നമസ്കരിച്ചാണ് കടന്നു പോകുന്നത്. എത്രയോ ലളിതമായ ജീവിതമാണ് അദ്ദേഹം നയിച്ചിരുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. എത്രയോ പ്രാർത്ഥനാപൂർണമായ ഒരു ജീവിതം. അതും ഇവിടെ നമ്മുടെ ജസ്റ്റിസ് സൂചിപ്പിച്ചു. പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു അർപ്പണമാണ് എന്ന് പറയുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ മുന്നിൽ അർപ്പിച്ച് എല്ലാ വിശ്വാസങ്ങളുടെയും മുന്നിൽ പ്രാർത്ഥനയോട് മറ്റുള്ളവർക്ക് നന്മ കാണിച്ച ഒരു ജീവിതമായിരുന്നു. അതുതന്നെയാണ് വർഷങ്ങൾ കൂടുന്തോറും ഈ പരിപാടിക്ക് വലിയ പ്രാധാന്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നത് ജില്ലാ കളക്ട്രേറ്റിൽ ഇതുവരെ ഇവിടെ ഈ പരിപാടി പെരുന്നാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ പരിമലയിൽ ഈ നടത്തുന്ന പരിപാടികളെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി പരിമലയിൽ മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന ഈ പരിപാടി 2 ജില്ലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ജില്ലാ കളക്ട്രേറ്റിൽ നമ്മുടെ ബഹുമാനായ റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ വെച്ച് യോഗം നടത്തി. ആ യോഗത്തിൽ എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും പരിശുദ്ധ പരിമല തിരുമേനിയെ ബഹുമാനിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ അവിടെ പങ്കെടുത്ത് എന്ത് സഹായമാണ് ഈ പെരുന്നാളിന് ചെയ്തു തരേണ്ടത് എന്ന് ഇങ്ങോട്ട് ചോദിച്ച്, നമ്മുടെ എറമ്പാച്ചനോടും അച്ഛന്മാരോടും ഒക്കെ ചോദിച്ച്, എല്ലാ മതസ്ഥരും ഉൾക്കൊള്ളുന്ന നമ്മുടെ രാജ്യത്ത് ഇപ്പം നമുക്കറിയാം ഒരു സാംസ്കാരിക സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ സാംസ്കാരികമായ ഒരു പൈതൃകം തന്നെ നഷ്ടപ്പെടുമോ എന്ന്
നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ഭയം നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ പേരിൽ പെരുന്നാൾ നടത്തുമ്പോൾ ഇവിടെ ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നത്. ആ സാംസ്കാരിക സമ്മേളനം നടത്തുമ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന വലിയ ദുഷ്കരമായ, ഇവിടെ തിരുമേനിയും ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ വലിയ ആസക്തി ഇവിടെ കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ സമൂഹത്തിന് വലിയ ഒരു സന്ദേശമാണ് നമുക്ക് നൽകാനുള്ളത്. പ്രത്യേകിച്ച് 25-ാം തീയതി കത്തോലിക്കൻ സിംഹാസനത്തിൻ്റെ സമ്മേളനം നമ്മൾ എറണാകുളത്ത് ആഘോഷിക്കുകയാണ്. നമ്മുടെ സഭാ സെക്രട്ടറി അഭിമാനപൂർവ്വം ഇവിടെ വന്നിരിക്കുകയാണ്. ഡോക്ടർ ജോർജ് ജോസഫ് അഭിമാനത്തോടു കൂടിയാണ് പരിമല പള്ളിയിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു, പത്തനംതിട്ട ജില്ലയിലും സമീപത്തുള്ള കൊല്ലം ജില്ലയിലും അദ്ദേഹം നടത്തിയ പല പരിപാടികളിലും ഞാൻ പങ്കെടുത്തു. നമ്മുടെ നമ്മുടെ പൈതൃകം നാം വിളിച്ചോതുന്ന സമ്മേളനം, ജാഥ, അവിടെ തിരുവാങ്കൂട്ടിൽ നിന്ന് തിരിച്ച ജാഥ വിവിധ പള്ളികളിലൂടെ കടന്നു വന്നപ്പോൾ ലഭിച്ച വിശ്വാസികൾ നൽകിയ സ്വീകരണം, പൊതുസമൂഹം നൽകിയ സ്വീകരണം നമ്മുടെ സഭയ്ക്ക് ഈ സംസ്ഥാനത്ത്, ഇന്ത്യയിൽ വലിയ അംഗീകാരമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ ജോർജ് ജോസഫ്, നമ്മുടെ സഭാ സെക്രട്ടറിയെ ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അനുമോദിക്കാനും ഈ സമയം ഞാൻ ഉപയോഗിക്കുന്നു. തീർച്ചയായും നമുക്കെല്ലാം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അനുഗ്രഹീതമായ ഒരു കാര്യമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ ഈ സമൂഹത്തിന് നമ്മുടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ സാംസ്കാരിക പൈതൃകം വീണ്ടെടുക്കാൻ വലിയൊരു സന്ദേശമായി ഈ പെരുന്നാളും പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതവും സമൂഹത്തിനൊരു സന്ദേശമായി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട ബാബു ജോസ് സാറിനോട് നന്ദി അറിയിച്ചുകൊണ്ട് കടപ്പുറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി തങ്കമണി നാണപ്പൻ ആശംസാ സന്ദേശത്തിനായി ക്ഷണിക്കുന്നു. പരിപാവനമായ പരിമല തിരുമേനിയുടെ പാദങ്ങൾ നമസ്കരിച്ചുകൊണ്ട് ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന അഭിവന്ദ്യ ഡോക്ടർ യോനാൻമാർ ക്രിസ്റ്റോസ് മെത്രാപ്പോലീത്ത അവർകൾ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഹൈക്കോടതി ജഡ്ജി ബഹുമാന്യ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ അവർകൾ, ഫാദർ ഓഗൻ എറമ്പാച്ചൻ, അഡ്വക്കേറ്റ് ഫിലിപ്പ് മത്തായി, ഡോക്ടർ ജോൺസ് എബ്രഹാം കോനാട്ട്, ഫാദർ ഐപ്പുവി സാം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റോബിൻ പീറ്റർ, ശ്രീ ജേക്കബ് തോമസ് അരികുപുറം, ശ്രീ ഉമ്മൻ പരിമല സെമിനാരി കൗൺസിൽ അംഗം തോമസ് ടി പരിമല, MJ ജോർജ് മുത്തോറ്റ്, പ്രിയ സഹോദരന്മാരെ, സഭാവിശ്വാസികളെ, പരിപാവനമായിട്ടുള്ള പരിമല തിരുമേനിയുടെ നാമധേയത്തിൽ 110ാമത് തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ തിരുനാളിന് മുന്നോടിയായിട്ട് ഇന്ന് 3 ദിവസം പിന്നിടുമ്പോൾ ഓരോ ദിവസവും തിരുനാളിൻ്റെ പ്രാധാന്യം കൂടിക്കൂടി വരികയാണ്. ഞങ്ങളുടെ തിരുമേനി ഈ പരിമലയുടെ പുണ്യമായി തന്നെ നിലകൊള്ളുകയാണ്. ഈ പരിമല പോലുള്ള ഒരു ചെറിയ ഗ്രാമം, ചെറിയ ഒരു ദ്വീപ്, ആർക്കും വേണ്ടാതെ ചുരുമണലായി കിടന്നിരുന്ന ഈ പരിമല വെറും കുറ്റിക്കാടുകൾ കൊണ്ട് നിറഞ്ഞിരുന്ന അന്യപ്രദേശങ്ങളിൽ നിന്ന് മസൂരി പോലുള്ള രോഗങ്ങൾ വന്നിട്ട് ഇവിടെ കൊണ്ട് കുഴിച്ചിട്ട് ജനങ്ങൾ പോകുമായിരുന്ന ഒരു പ്രദേശം. ഈ പ്രദേശത്തെ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച പരിമല തിരുമേനിയെ എത്ര വാഴ്ത്തിയാലും ഈ പരിമലക്കാർക്ക് മതി വരില്ല. ഈ 4 വശവും ദ്വീപാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ പരിമല, ഈ ചെറിയ 1.5 കിലോമീറ്റർ ചുറ്റളവുള്ള ഈ ചെറിയ ഒരു ഗ്രാമം ഇന്ന് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ
എത്രയോ ആതുര സേവനങ്ങൾ ഈ പ്രദേശത്തെ എത്രയോ കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ജീവിതം ധന്യമാക്കിയിരിക്കുന്നു. വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ടുന്നതായിട്ടുള്ള നിരവധി വനിതകൾക്ക് ഒരു കുടുംബ ജീവിതമുണ്ടാക്കി കൊടുക്കുവാൻ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഈ പള്ളിയുടെ പ്രവർത്തകർക്ക് കഴിയുന്നുണ്ട്. സെൻറ്റ് ഗ്രിഗോറിയോസ് മിഷൻ ഹോസ്പിറ്റൽ അതിൻ്റെ പ്രവർത്തനം ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലായിട്ട് ഈ പരുമലയിലേക്ക് കാലുകുത്തുന്ന ഓരോ വ്യക്തിയും തീർച്ചയായിട്ടും അവരുടെ ജീവിതം ധന്യമാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് കടന്നു പോകുന്നത്. ഈ 110ാമത് പെരുന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് ഈ പ്രദേശമാകെയും മാസങ്ങൾക്ക് മുമ്പ് തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും ഈ പ്രദേശത്തുള്ള ഓരോ കുടുംബങ്ങളും ജാതി മത വ്യത്യാസമില്ലാതെ അതിന് ഒരുക്കപ്പെട്ടവരായി കഴിഞ്ഞു. ഞങ്ങളുടെയൊക്കെ ഭവനങ്ങളിലേക്ക് ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒക്കെ തന്നെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ ഈ ദേശത്തിൻ്റെ ഒരു ഉത്സവമായി തന്നെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഓരോ വർഷങ്ങളിലും വന്നു പോകുന്ന ഭക്തജനങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ഒരംശം ഈ പ്രദേശവാസികളായാൽ ഞങ്ങൾക്കും അനുഗ്രഹമായി തീരുകയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഈ പരുമലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം ലോകമുള്ള കാലത്തോളം സമൂഹം ജീവനുള്ള മനുഷ്യജന്മമുള്ള കാലത്തോളം മനുഷ്യന് ജാതി മത വ്യത്യാസമില്ലാതെ തൻ്റെ ദുഃഖങ്ങൾ അർപ്പിക്കുന്നതിനും ആശ്വാസം കണ്ടെത്തുന്നതിനും നിലകൊള്ളുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഞാനിവിടെ ഈ പരുമലയുടെ ഈ തിരുമേനിയുടെ നാമധേയത്തിലുള്ള ഈ ദേവാലയ അങ്കണത്തിൽ ഓടിക്കളിച്ച് വളർന്ന ഒരു കുട്ടിയായിരുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങളിലും സന്തോഷങ്ങളിലും എന്തു വന്നാലും തിരുമേനിയുടെ മുമ്പിൽ വന്ന് ഞങ്ങൾ ഒരു നിമിഷം ഞങ്ങൾ കണ്ണടച്ചു നിന്ന് പ്രാർത്ഥിച്ചാൽ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. അത് ഇന്നും അത്തരത്തിൽ തന്നെയാണ്. ഇവിടെ നിന്ന് പുറത്തേക്ക് വിവാഹം കഴിച്ച് അയച്ചിട്ടുള്ള കുട്ടികൾ അവർ ലോകത്തിൻ്റെ ഏത് കോണിലാണേലും ഇന്ന് ഈ പെരുന്നാൾ ദിനങ്ങളിൽ ഇവിടെ തീർച്ചയായിട്ടും എത്തിച്ചേരും. അതാണ് ഈ തിരുമേനിയുടേതായിട്ടുള്ള ഒരു പ്രത്യേകത. പുണ്യം ചെയ്ത ഒരു ജന്മം, ആ ജന്മം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് സമൂഹ മനസാക്ഷിക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഇനിയും നമ്മൾക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹപ്രദമായി തീരട്ടെ. ഈ തിരുനാൾ ആഘോഷങ്ങൾ വളരെ ഗംഭീരമായിട്ടും സന്തോഷമായിട്ടും യാതൊരു അലങ്കോലവുമില്ലാതെ എല്ലാവർക്കും ഐശ്വര്യം ലഭിക്കത്തക്ക രീതിയിൽ ഈ മണ്ണിൽ കാലെടുത്ത് കുത്തി തിരിച്ചു പോകുന്ന ഓരോരുത്തർക്കും അനുഭവമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ റോബിൻ പീറ്റർ സാറിനെ ഇപ്പോൾ ആശംസ സന്ദേശത്തിനായി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എത്രയും ആദരണീയനായ ഈ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ ജസ്റ്റിസ് സുരേന്ദ്രമോഹൻ അവറുകൾ, ഈ സമ്മേളനത്തിന് സ്വാഗതം ആശംസിച്ച ഊർജ്ജസ്വലനായ അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് അവറുകൾ, വന്ദ്യനായ ഔഗേൻ റംബാച്ചൻ, ആദരണീയനായ IP സാമച്ചൻ, പ്രിയങ്കരനായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ബാബു ജോർജ് അവറുകൾ, ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി തങ്കമണി നാണപ്പൻ അവറുകൾ, വേദിയിലെ പരുമല സെമിനാരി കൗൺസിൽ അംഗങ്ങൾ, വന്നിയ വൈദിക ശ്രേഷ്ഠരെ, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരെ, സ്നേഹിതരെ, പരിശുദ്ധനായ പരുമല തിരുമേനിയുടെ 110ാമത് ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധമായി ഇത്തരത്തിലുള്ള ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായി ഞാൻ കാണുകയാണ്. ഞാൻ അംഗമായിട്ടുള്ള ഇടവകയിൽ നിന്നും കഴിഞ്ഞ 21 വർഷക്കാലമായി നടത്തുന്ന പരുമല പദയാത്രയിൽ ഒരംഗമായി ഇവിടെ വരും, ഈ ഓർമ്മ പെരുന്നാളിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരാളാണ് എങ്കിൽ പോലും ഈ വർഷത്തെ ഇത്തരത്തിലുള്ള ഒരു ചടങ്ങിൽ, ഒരു സമ്മേളനത്തിൽ
ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടെ പങ്കെടുക്കുന്നതിന് അവസരം നൽകിയ ബഹുമാനായ അസോസിയേഷൻ്റെ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫിനോടും ഒപ്പം വന്യനായ അവഗാൻ റംബാച്ചനോടുമുള്ള നന്ദി പ്രത്യേകമായി ഈ സമയത്ത് ഞാൻ രേഖപ്പെടുത്തുകയാണ്. പരിശുദ്ധനായ പരിമല തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പരിപാവനമായ ഈ കബറിങ്കിലേക്ക് അഭയം തേടിയെത്തുന്ന ആയിരക്കണക്കിനായിരുന്നു വരുന്ന ആളുകൾ അവർ ഓരോ പെരുന്നാളുകൾ കഴിയുമ്പോഴും മനസ്സിൽ സംതൃപ്തിയോടുകൂടിയാണ് ഈ ഖബർ വിട്ട് പുറത്തേക്ക് പോകുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ആത്മീയമായ ഉന്നതിക്ക് വേണ്ടി സമൂഹത്തിൽ പലതരത്തിലുള്ള പ്രലോഭനങ്ങളും നിർബന്ധിതങ്ങളുമായ പ്രവർത്തനങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി ആരുടെയും നിർബന്ധമില്ലാതെ പ്രലോഭനങ്ങളില്ലാതെ ഈ പരിശുദ്ധ പിതാവിൻ്റെ ഖബറിങ്കിലേക്ക് ഒഴുകിയെത്തുന്നത് ക്രൈസ്തവർ മാത്രമല്ല, നാനാജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ ഈ തിരുസന്നിധിയിലേക്ക് കടന്നു വന്ന് അനുഗ്രഹം തേടി പോകുന്ന ഒരു വലിയ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തോടുകൂടി നടക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുകയും ദൈവത്തിൽ മറയുകയും ചെയ്യുന്നവരാണ് പരിശുദ്ധന്മാർ. പരിശുദ്ധനായ പരിമല തിരുമേനി ജീവിച്ചിരുന്ന ഈ ലോകത്തെ അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടത്തിൽ നോമ്പ് കൊണ്ടും വ്രതാനുഷ്ഠാനങ്ങൾ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ദൈവത്തെ പ്രസാദിപ്പിച്ച ഒരു മഹാപരിശുദ്ധനായിരുന്നു പരിമല തിരുമേനി. അതുകൊണ്ട് തന്നെയാണ് അനേകായിരങ്ങളുടെ ഹൃദയങ്ങളിൽ മായാതെ മങ്ങാതെ പരിശുദ്ധൻ്റെ നാമധേയം ഇന്ന് പ്രശോഭിക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ക്രൈസ്തവരെന്നോ അക്രൈസ്തവരെന്നോ വ്യത്യാസമില്ലാതെ അവരുടെയൊക്കെ ഭവനങ്ങളിൽ പരിശുദ്ധനായ പിതാവിൻ്റെ ആ നാമധേയം ഭക്തി ആദരവോടുകൂടി ഓർക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. തീർച്ചയായും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥനാപൂർവമായ ഒരു പെരുന്നാളായി ഈ പെരുന്നാൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ആഘോഷങ്ങളും പെരുന്നാളുമൊക്കെ അത് നിശ്ചയിച്ച സമയത്തിനുള്ളിൽ അവസാനിക്കും. പക്ഷേ ഇത്തരത്തിലുള്ള ആഘോഷ പരിപാടികൾ അല്ലെങ്കിൽ ഓർമ്മ പെരുന്നാളിൽ പങ്കെടുക്കുമ്പോൾ ആ പരിശുദ്ധ പിതാവ് നമുക്ക് നൽകിത്തന്ന ആ ജീവിത ദർശനങ്ങൾ, നല്ല ജീവിത മാതൃകകൾ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ ഇത്തരമുള്ള ഓർമ്മ പെരുന്നാൾ കൊണ്ട് അത് അർത്ഥപൂർണമാകുകയുള്ളൂ. തീർച്ചയായും പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത നമ്മുടെ ജീവിതത്തിൽ എന്നും നല്ല ഒരു പുതുക്കമുള്ള ജീവിതത്തിൻ്റെ, മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ ഉടമകളായി തീരുവാൻ ഈ വർഷത്തെ ഈ ഓർമ്മ പെരുന്നാൾ കൊണ്ട് കഴിയട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ മഹനീയമായ അനുഗ്രഹീതമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള വലിയ സന്തോഷം ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിലും അതിനോട് അനുബന്ധമായ എല്ലാ പ്രവർത്തന പരിപാടികൾക്കും ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വിശിഷ്ടാതിഥികൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നതിനായി പരിമല സെമിനാരി കൗൺസിൽ അംഗം ബഹുമാനപ്പെട്ട തോമസ് ടി പരിമലയെ ക്ഷണിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ 110-ാം ഓർമ്മ പെരുന്നാൾ ഒക്ടോബർ മാസം 26-ാം തീയതി കൊടിയേറ്റോടുകൂടി ആരംഭിച്ച് നവംബർ മാസം 2-ാം തീയതി അവസാനിക്കുകയാണ്. കൊടിയേറ്റ ദിവസങ്ങൾ മുതൽ പെരുന്നാൾ തീരുന്ന ദിവസം വരെ നമ്മൾ ആഘോഷപൂർവ്വം ആ പരിശുദ്ധൻ്റെ ഓർമ്മ പുതുക്കുകയും പല സമ്മേളനങ്ങൾ നടത്തുകയും ചെയ്യുക പതിവാണ്. അതിലൊന്നാണിത്. ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുകയല്ല, കാരണം ഞാൻ ആമുഖമായിട്ടൊരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും ആദരണീയനായ നമ്മുടെ ഹൈക്കോടതി ജസ്റ്റിസ് സുരേന്ദ്രൻ മോഹൻ ഇവിടെ ഇരിപ്പുണ്ട്. നല്ലൊരു പ്രസംഗം തന്നു. നമ്മളൊരു കാര്യം ഓർക്കണം. ഇന്ന് ഈ ദേവാലയത്തിൻ്റെ ഈ ഹോളിലിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം പരിമിതമാണെങ്കിലും ഇത്
കണ്ടുകൊണ്ടിരിക്കുന്നത് 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ആൾക്കാരാണ്. അതതിൻ്റെ ഒരു ലൈവ് ഇവിടെ നടക്കുന്നുണ്ട്, പരിമല സെമിനാരിയുടെ വെബ്സൈറ്റ്. കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിന് ആദ്യത്തെ ദിവസം തന്നെ 3 ലക്ഷം ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റ് കണ്ടു കഴിഞ്ഞു. വിശുദ്ധ കുർബാന കാണുവാനോ പരിമല പള്ളിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനോ സാധിക്കാൻ വയ്യാതെ ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലും ഗൾഫ് പ്രദേശങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെയുള്ള ആൾക്കാർ ഇപ്പോൾ ഈ സ്റ്റേജിൽ നടക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷോപലക്ഷം ആൾക്കാർ പരിമല സെമിനാരി വെബ്സൈറ്റിൽ കയറി ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് ഞാൻ എൻ്റെ നന്ദി ആദ്യം രേഖപ്പെടുത്തുകയാണ്. എന്നിലെ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രോഗ്രാമിൽ നിയോഗിച്ചിരുന്നത് ശ്രീ MG ജോർജ് മുത്തായി, നമ്മുടെ അൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റാണ്. നമുക്കറിയാം, ഇവിടുത്തെ നമ്മുടെ സഭയുടെ അരുമപുത്രനാണ് അദ്ദേഹം. കാതോലിക്കയിൽ ശതാബ്ദി ആഘോഷങ്ങളുടെ ഒരുക്കങ്ങൾക്കിടയിൽ, അതിൻ്റെ പ്രചരണങ്ങൾക്കിടയിൽ ഇവിടെ സമയത്ത് ഓടിയെത്തിയാൻ കഴിഞ്ഞില്ല. ആ വലിയ മനുഷ്യന് ഞാനുമായിട്ട് ഒരു കമ്പാരിസണുമില്ല എന്ന് വരികിലും അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ എനിക്ക് തന്നിരിക്കുന്ന ഈ നിയോഗം ഞാൻ നന്ദിയോടെ സ്വീകരിക്കുന്നു. ഇന്നിവിടെ അധ്യക്ഷ പദവി അലങ്കരിച്ചത് നെരണം ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ യുഹാനൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലീത്ത തിരുമനസ്സുകൊണ്ട് എല്ലാ ദിവസവും ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് കൊടിയേറ്റ് മുതൽ പെരുന്നാൾ തീരുന്ന ദിവസങ്ങൾ വരെയും ഇവിടെ എല്ലാ ക്രമീകരണങ്ങൾക്കും നേതൃത്വം കൊടുക്കുകയും ഞങ്ങൾക്കെല്ലാം നിർദ്ദേശം തരുന്ന ഒരു വന്യപിതാവാണ്. ചില യോഗങ്ങളിൽ സംബന്ധിക്കേണ്ടതിന് വേണ്ടിയിട്ട് പ്രസംഗം കഴിഞ്ഞ ഉടൻ തന്നെ തിരുമനസ്സുകൊണ്ട് ഇവിടുന്ന് പോയി. തിരുമനസ്സിന് പരിമല സെമിനാരിയുടെയും എൻ്റെ വ്യക്തിപരമായ നാമത്തിലും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായി ഉദ്ഘാടനം കർമ്മം നിർവഹിച്ച ആദരണീയനായ ജസ്റ്റിസ് സുരേന്ദ്രൻ മോഹൻ നമ്മുടെ ഒരു അരുമ സന്താനമാണ്. അദ്ദേഹം സമയപരിമിതിക്കുള്ളിൽ എല്ലാ വർഷവും ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും സ്നേഹാദരങ്ങൾ അറിയിച്ച് പോവുകയും ചെയ്യുക പതിവാണ്. ഈ ജോലി തിരക്കിനിടയിൽ ഇവിടെ വരികയും അല്പസമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്ത അങ്ങേക്ക് പരിമല സെമിനാരിയുടെ നാമത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായിട്ട് ഫാദർ ഔഗേൻ റംബാൻ, പരിമല സെമിനാരി മാനേജർ. റംബാച്ചനായിട്ട് മാനേജരായിട്ട് മാസങ്ങൾ കഴിഞ്ഞതേ ഉള്ളൂ എന്ന് വരികിലും ഞാൻ റംബാച്ചനെ ഇരുത്തിക്കൊണ്ട് പറയുകയല്ല. എനിക്ക് കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ ടെലഫോണിൽ കൂടെ എന്നെ വിളിച്ച് അനുമോദനം അറിയിച്ച് ഞാൻ റംബാച്ചനെ അറിയിക്കുകയും ചെയ്തു. കാരണം ശതാബ്ദി ആഘോഷിക്കുന്ന ഈ വർഷം പരിമല പെരുന്നാൾ അല്ലെ പരിമലയിലെ ആഘോഷങ്ങൾ എല്ലായിടത്തും വളരെ പ്രസിദ്ധമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ല താലൂക്കിലോ മാവേലിക്കര താലൂക്കിലോ ചെങ്ങന്നൂർ താലൂക്കിലോ പ്രവേശിക്കുമ്പോൾ തന്നെ പരിമല പുണ്യവാളൻ്റെ നാമത്തിൽ നടക്കുവാൻ പോകുന്ന ആ പെരുന്നാൾ അത് വളരെ ആഘോഷപൂർവ്വം നടക്കുന്നു. ഇവിടെ ഇല്യൂമിനേഷന്, കൊടിതോരണങ്ങൾ, മറ്റാത്മീയ കാര്യങ്ങൾ ഇതെല്ലാത്തിനും നേതൃത്വം ഞങ്ങൾക്ക് തന്നത് ഞങ്ങളുടെ സെമിനാരി മാനേജർ അഭിമന്യ റംബാച്ചനാണ്. റംബാച്ചന് പരിമല സെമിനാരിയുടെ നാമത്തിനും എൻ്റെ വ്യക്തിപരമായ നാമത്തിനും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായി നമ്മുടെ അസോസിയേഷൻ സെക്രട്ടറി ശ്രീ ഡോക്ടർ ജോർജ് ജോസഫ്. ചെറുപ്പമാണെങ്കിലും സഭയുടെ വലിപ്പം ഉള്ള ആൾ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരായ ആൾക്കാർ അസോസിയേഷൻ സെക്രട്ടറിമാരായി വന്നിട്ടുള്ള കാലങ്ങൾ വളരെ ചുരുക്കമാണെങ്കിലും അദ്ദേഹം കഴിച്ചു കൂട്ടിയ കഴിഞ്ഞ ഒരു ടൈം വളരെ പ്രശംസ പഠിച്ചു പറ്റിയ ഒരു സംഗതിയാണ്.
അതുകൊണ്ട് തന്നെ ആയിരിക്കാം, ദൈവനിയോഗമായിരിക്കാം, അല്ലെങ്കിൽ പരിമല തിരുമേനിയുടെ കരുണയായിരിക്കാം അദ്ദേഹത്തെ വീണ്ടും ഈ സ്ഥാനത്തേക്ക് സഭ ഉയർത്തിക്കൊണ്ടുവന്നത്. വളരെ ത്യാഗോജ്വലമായി അദ്ദേഹത്തിന് ഇപ്പോഴും വയ്യ. കാരണം കാതോലിക്കോർ ശതാബ്ദി ആഘോഷങ്ങളുടെ തുടക്കത്തിന് അവിടെ ഇവിടെ എല്ലാം നേതൃത്വം കൊടുത്ത് ഇങ്ങനെ ജാഥകൾ നയിക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പൊടിയോ ഒക്കെ അടിച്ച് മഞ്ഞൊക്കെ അടിച്ച് സുഖമില്ലാതെ ഇന്നലെ ആശുപത്രിയിലും ആയിരുന്നു. എന്ന് വരികിലും ഇത്രയും ത്യാഗോജ്വലമായ ഒരു സേവനം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു യുവത്വം, മലങ്കര സഭയുടെ ഈ യുവത്വം നമുക്ക് ഏറ്റവും അഭിമാനകരമാണ്. അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫിന് പരിമല സെമിനാരിയുടെയും എൻ്റെയും വ്യക്തിപരമായ നാമത്തിൽ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. ശ്രീ ബാബു ജോർജ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു അരുമ സന്താനമാണ്. പത്തനംതിട്ട ജില്ലാ പ്രസിഡൻ്റാണ്. പരിമല പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ജില്ലയിലും ജില്ലയ്ക്ക് വെളിയിലും എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ മാത്രം മതി. സ്വമനസാര് ഏറ്റെടുത്ത് അത് നടത്തി തന്നിരുന്ന ഒരു വ്യക്തിയാണ്. ഈ തുടർന്നും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും നമുക്ക് പ്രയോജനപ്പെടും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ അദ്ദേഹത്തിന് പരിമല സെമിനാരിയുടെ നാമത്തിൽ നന്ദി അർപ്പിക്കുക. അടുത്തതായിട്ട് ശ്രീമതി തങ്കമണി നാണപ്പൻ, ഈ പഞ്ചായത്തിൻ്റെ, കടപ്ര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. 3 ആഴ്ചയിൽ പരമായി എല്ലാ ദിവസവും ഇവിടെ വരികയും ഞങ്ങളോടെല്ലാം എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഇതെല്ലാം റോഡുകൾ നന്നാക്കുന്നു, സാനിറ്റേഷൻ നടത്തുന്നു, മറ്റു കാര്യങ്ങൾക്കെല്ലാം ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് എല്ലാ പ്രചോദനവും തന്ന് ഞങ്ങൾക്ക് ഈ പെരുന്നാൾ ഏറ്റവും മംഗളകരമാക്കി തീർക്കുവാൻ തക്കവണ്ണമുള്ള എല്ലാ ക്രമീകരണങ്ങളും, പ്രത്യേകം ഈ വർഷം വളഞ്ചമട്ടം മുതൽ ഇങ്ങോട്ട് റോഡ് സൈഡുകളിൽ വേസ്റ്റ് ഇടാനുള്ള വീപ്പ, ആദ്യമായിട്ട് വീപ്പ വെച്ച് അതിന് വേസ്റ്റ് ക്രമീകരിക്കുകയും വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുന്ന കാര്യത്തിൽ വ്യക്തിപരമായ ഒരു താല്പര്യമെടുത്ത് നടത്തിക്കൊണ്ടുവന്ന ഒരു മാന്യ ശ്രീമതിയാണ് നമ്മുടെ തങ്കമണി നാണപ്പൻ. ഈ കടപ്ര പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തങ്കമണി നാണപ്പന് എനിക്ക് നന്ദി അർപ്പിക്കേണ്ട കാര്യമില്ല. കാരണം തങ്കമണി നാണപ്പൻ ചെറുപ്പം മുതലേ ഈ പരിമല കോമ്പൗണ്ടിൽ, ഈ പള്ളി കോമ്പൗണ്ടിൽ ഓടി നടന്ന് കളിച്ച് നടന്ന് പരിമല പള്ളിയുടെ തൊട്ട് വടക്കുവശമാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഒരു അംഗം എന്ന പോലെ തന്നെയാണ് തങ്കമണി നാണപ്പനും പ്രവർത്തിക്കുന്നത് എന്ന് വരികിലും എൻ്റെ കർത്തവ്യമനുസരിച്ച് മേഡത്തിനും ഞാൻ പരിമല സെമിനാരിയുടെ നാമത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. അടുത്തതായി ശ്രീ റോബിൻ പീറ്റർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ. റോബിൻ പീറ്റർ വളർന്നു വരുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഒരു പ്രതിഭയാണ്. കാരണം ജില്ലാ പഞ്ചായത്തിൽ അനേക കാര്യങ്ങൾ ത്യാഗോജ്വലമായി ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളത് വളരെ സ്വാഗതാർഹമാണ്. കൂട്ടത്തിൽ പരിമലയുടെ ഒരു ഭക്തനും നമ്മുടെ ഒരു അംഗവുമായ ശ്രീ റോബിൻ പീറ്റർ മേലിലും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. പരിമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ എല്ലാ കാര്യങ്ങളിലും സജീവമായി പ്രവർത്തിക്കുകയും വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു. മിസ്റ്റർ റോബിൻ പീറ്റർക്ക് ഞാൻ സെമിനാരിയുടെ നാമത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അടുത്തതായി നന്ദി പറയുന്നതിന് മുമ്പ്, അതായത് നമ്മുടെ ഈ പ്രോഗ്രാമിലെ ചില വിശിഷ്ട വ്യക്തികൾ, അതായത് നമ്മുടെ കോനാട്ട് സഭാ വൈദിക ട്രസ്റ്റി കോനാട്ടച്ചന്, മാനേജിംഗ് കമ്മിറ്റി മെമ്പർ ഫാദർ ഐപി സാം തുടങ്ങിയ വ്യക്തികൾ ഇതിൽ സംബന്ധിക്കാനുണ്ടായിരുന്നു. ശതാബ്ദി ആഘോഷങ്ങൾ പ്രമാണിച്ച് പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് അവരെ പലയിടത്തായിട്ട് നിയോഗിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവരിവിടെ വന്നു ചേരാൻ സാധിക്കാഞ്ഞത്. അവർക്കും പരിമല സെമിനാരിയുടെ നാമത്തിൽ എൻ്റെ വ്യക്തിപരമായ നാമത്തിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. അവസാനമായി നന്ദി പറയേണ്ട കാര്യമില്ലെങ്കിലും എൻ്റെ സഹപ്രവർത്തകരായ ഞങ്ങൾ 3 പേരാണ് ഇവിടെ ലോക്കൽ കൗൺസിൽ മെമ്പറുമായിട്ടുള്ളത്. ശ്രീ ജേക്കബ് തോമസ് അരീവറം, അദ്ദേഹം ജില്ലാ പഞ്ചായത്ത് ജില്ലയുടെ ഒരു പ്രാതിനിധ്യം വഹിക്കുന്ന ആളാണ് കേരള കോൺഗ്രസിൻ്റെ. പിന്നെ ജി ഉമ്മൻ, ഇവർക്ക് 2 പേർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നന്ദി അറിയിച്ച ബഹുമാനപ്പെട്ട തോമസ് ടി പരിമലയ്ക്ക് നന്ദിയോടെ
ഈ സമയത്ത് എല്ലാവർക്കും എഴുന്നേൽക്കാവുന്നതാണ്. ഈ പ്രോഗ്രാമിൻ്റെ അവസാന ഭാഗമായ ഇപ്പോൾ കാതോലിക്ക മംഗളഗാനാലാപനത്തോടു കൂടി ഈ പ്രോഗ്രാം അവസാനിക്കുന്നു. സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണാൾ. കിഴക്കിൻ്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണാൾ. നസറായനാമേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. നസറായനാമേശു ശിഷ്യർക്കു നൽകിയ അതിശ്രേഷ്ഠാചാര്യത്വം നൂറ്റാണ്ടുകൾ. കൈമറിഞ്ഞെത്തി വന്യ പിതാവിനാൽ ദീപം കൊളുത്തി നീ ആയിരമായി. കൈമറിഞ്ഞെത്തി വന്യ പിതാവിനാൽ ദീപം കൊളുത്തി നീ ആയിരമായി. മാർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണാൾ. പട്ടിണി പാവങ്ങൾക്കെന്നും തുണയായി, രോഗികൾ ദുഃഖിതർ കാലംബമായി. പട്ടിണി പാവങ്ങൾക്കെന്നും തുണയായി, രോഗികൾ ദുഃഖിതർ കാലംബമായി. 10,000 തൻ മക്കൾക്കിടയൻ ഐശ്വര്യപൂർണനായി വാഴ്ക. 10,000 തൻ മക്കൾക്കിടയൻ ഐശ്വര്യ സമ്പൂർണനായി വാഴ്ക. മർത്തോമാ സിംഹാസനത്തിൽ ആരൂഢനാകും പിതാവേ, കിഴക്കിൻ്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണാൾ. കിഴക്കിൻ്റെയൊക്കെയും വന്യ കാതോലിക്ക ആമോദമായി വാഴ്ക നീണാൾ. ആമോദമായി വാഴ്ക നീണാൾ. ആമോദമായി വാഴ്ക നീണാൾ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും പരിശുദ്ധനായ പരിമലത്തിലുമേരുടെ മധ്യസ്ഥതയും നമ്മളെല്ലാവരോടെയും നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളോടെയും ഇപ്പോഴും എപ്പോഴും എന്നാളും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ആർക്കെങ്കിലും നന്ദി പറയാൻ വേണ്ടി വിട്ടുപോയിട്ടില്ലെങ്കിൽ ഏവർക്കും വേണ്ടി ഒരിക്കൽ കൂടി ചുമതലക്കാരൻ രീതിയിൽ പ്രത്യേകം നന്ദി പറയുന്നു. പ്രത്യേകിച്ച് സെമിനാരിയുടെ ഭാഗമായിരിക്കുന്ന നേഴ്സിംഗ് കോളേജിലെയും സ്കൂളിലെയും വിദ്യാർത്ഥികളോടുള്ള നന്ദി അറിയിക്കുന്നു. മറ്റ് ഇത് ശ്രവിക്കുകയും ശ്രദ്ധിക്കുകയും എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഉച്ച കഴിഞ്ഞ് 2:30 യുവജന സംഗമം ആരംഭിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യവും സ്നേഹത്തോടെ ഈ സമയത്ത് അറിയിക്കുന്നു.